നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാംഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. 64-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്, ജീവിതമാനസനായവൻ രാഗദ്വേഷരഹിതങ്ങളായും സ്വാധീനങ്ങളുമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും മനസ്സമാധാനത്തെ പ്രാപിക്കുന്നു എന്നാണ്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രിത തത്വങ്ങൾ പ്രയോഗിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഭഗവാന്റെ പൂർണ്ണമായ കാരുണ്യം നേടാനും അങ്ങനെ എല്ലാ ആസക്തികളിൽ നിന്നും വെറുപ്പിൽ നിന്നും മുക്തനാവാൻ കഴിയും എന്ന് സാരം. തുടർന്നുള്ള ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 65. ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിഃ പര്യവതിഷ്ഠതേ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസോപ്യജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിഃ പര്യവതിഷ്ഠതേ. പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കരുണ എന്നാണ്. പ്രസാദേ എന്നാണെങ്കിൽ മനസ്സമാധാനമുണ്ടാകുമ്പോൾ എന്ന് ഇവിടെ അർത്ഥമാണ്. എല്ലാവരുടെയും ദുഃഖാനാം ഭൗതിക ദുരിതങ്ങൾ, ഭൗതിക ദുഃഖങ്ങൾ എന്നൊക്കെ പറയാം. ഹാനി നാശം, അസ്യ അവൻ്റെ, ഉപജായതേ നടക്കുന്നത്, പ്രസന്നചേതസ സന്തോഷത്തോടെയുള്ള മനസ്സോടെ, ഹി എന്നാൽ തീർച്ചയായും, അശു വളരെ വേഗം എന്ന അർത്ഥത്തിൽ അശു പ്രയോഗിക്കുന്നു. ബുദ്ധി പര്യാപ്തമായ, അവതിഷ്ഠതേ സ്ഥാപിതമാകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങൾ പിരിക്കുമ്പോൾ വരുന്ന അർത്ഥങ്ങൾ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അന്വയിക്കപ്പെടുമ്പോൾ പറയപ്പെടുന്നത് എന്താണെന്ന് നോക്കാം. പ്രസാദേ സർവദുഃഖാനാം, പ്രസാദേ മനസ്സമാധാനമുണ്ടാകുമ്പോൾ, അസ്യ ഹാനിരസോപ്യജായതേ, അസ്യ ഇവന്, സർവദുഃഖാനാം സകല ദുഃഖങ്ങളെയും, ഹാനി
ഹാനി നാശം, ഉപജായതേ ഉണ്ടാക്കുന്നു, ഹി എന്നാൽ എന്തെന്നാൽ, പ്രസന്നചേതസ ശാന്ത മനസ്സോടുകൂടിയവൻ്റെ, ബുദ്ധിഹി ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, അശു ആശു ആശു വേഗം, പര്യവതിഷ്ഠതേ സ്ഥിരമായി നിൽക്കുന്നു. അതായത് മനസ്സമാധാനമുണ്ടാകുമ്പോൾ അവൻ്റെ സകല ദുഃഖങ്ങളും നശിക്കുന്നു. എന്തെന്നാൽ ശാന്തമാനസൻ്റെ ബുദ്ധി ക്ഷണത്തിൽ സ്ഥിരമായി നിൽക്കുന്നു എന്ന് സാരം. ദൈവകൃപയാൽ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ശാന്തമായ മനസ്സുള്ള ഒരാളുടെ ബുദ്ധി പെട്ടെന്ന് ദൈവത്തിൽ ദൃഢമായി സ്ഥാപിതമാകും. കൃപ എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലേക്ക് ഒഴുകുന്ന ഒരു ദൈവിക ഊർജം ആണ്, അല്ലെങ്കിൽ ഊർജം പോലെയാണ് കൃപ എന്നത്. ആ സമാധാനത്തിൽ എല്ലാ വേദനകളും നശിക്കുന്നു. കാരണം ശാന്ത മനസ്സുള്ളവരുടെ ബുദ്ധി പെട്ടെന്ന് തന്നെ സ്ഥിരത കൈവരിക്കും. മനസ്സിൻ്റെ ശാന്തത സ്വയം വികസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. ശാന്തതയിൽ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ശാന്തമായ മനസ്സ് സന്തോഷത്തിന് പ്രധാനമാണ്. സമാധാനം സന്തോഷമാണ്. അതുപോലെ സന്തോഷമാണ് സമാധാനം. ദുഃഖം മനസ്സിലെ ഒരു അസ്വസ്ഥതയല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ ഏറ്റവും കുറഞ്ഞ വളരെ ചെറിയ പ്രക്ഷുബ്ധമായ അല്ലെങ്കിൽ ഇളകിമറിഞ്ഞ മനസ്സ് എല്ലാ ദുഃഖങ്ങൾക്കുമെതിരെയുള്ള തെളിവാണ്. ഈ വിശദീകരണം പൂർണ്ണമായി നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. ദുഃഖങ്ങൾ നശിക്കും. ദുഃഖങ്ങളുടെ നാശം എന്ന പ്രയോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അർത്ഥം വ്യക്തമായി പുറത്തു കൊണ്ടുവരാൻ വാസനകളെ ഇല്ലാതാക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മനിഷ്ഠമായ മനസ്സിന് കട്ടിയുള്ള പൂശുണ്ടാക്കുന്ന വാസനാഗ്രഹങ്ങൾ അപൂർണർക്ക്, പൂർണ്ണരല്ലാത്തവർക്ക് എല്ലാ ദുഃഖങ്ങളും സൃഷ്ടിക്കുന്ന അതിൻ്റെ ഭ്രമത്തിന് കാരണമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ നിരന്തരം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന എല്ലാ വാസനകളെയും ഒരാൾക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നത് വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ രഹസ്യം ഭഗവാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആത്മനിയന്ത്രണത്തിൻ്റെ ബുദ്ധിപരമായ ജീവിതത്തിലൂടെ ബോധപൂർവം കൊണ്ടുവരുന്ന ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മനസ്സിനെ തുറന്നിടുക എന്നതാണ് എല്ലാ വാസനകളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന രഹസ്യം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിഃ പര്യവതിഷ്ഠത്തെ. ഭഗവാൻ പറയുകയാണ്, പ്രസാദം സിദ്ധിച്ചു കഴിയുമ്പോൾ അവന് സർവ്വദുഃഖങ്ങളും നശിച്ചു പോകുന്നു.
പ്രസന്നചിത്തൻ്റെ ബുദ്ധി പെട്ടെന്ന് സുപ്രതിഷ്ഠിതമായി തീരുകയും ചെയ്യുന്നു. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 66. ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം. നാസ്തി ബുദ്ധിരയുക്തസ്യ നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചായുക്തസ്യ ഭാവന ന ചാഭാവയദഃ ശാന്തി ന ചാഭാവയദഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം അശാന്തസ്യ കുതഃ സുഖം. ഈ ശ്ലോകത്തിൻ്റെ പദം പിരിച്ചു പറഞ്ഞാൽ നാസ്തി ന അസ്തി നാസ്തി ഉണ്ടാകുന്നില്ല. ബുദ്ധി ബുദ്ധി എങ്ങനെ നേടുന്നു? ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യരിൽ നിന്നുമൊക്കെ സിദ്ധിക്കപ്പെടുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് അയുക്തസ്യ ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടാത്തവന് ന ഇല്ല ഉണ്ടാകുന്നില്ല. യുക്തസ്യ ഭാവന ആത്മധ്യാനവും ഉണ്ടാകുന്നില്ല. ന ചാഭാവയദഃ ഭാവയദഃ ആത്മധ്യാനത്തെ ചെയ്യാത്തവന് നച ഉണ്ടാകുന്നില്ല. ശാന്തി അശാന്തസ്യ കുതഃ സുഖം ശാന്തിഹീനച ആത്മാവിൽ ചിത്തോപരമായും ഇല്ലാത്ത മനസ്ഥൈര്യം ഇല്ലാത്ത അശാന്തസ്യ മനസ്ഥൈര്യമില്ലാത്തവന് സുഖം കുതഃ എങ്ങനെ സുഖമുണ്ടാകും? ഈ ശ്ലോകം ഇതിൻ്റെ അന്വയാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അന്വയാർത്ഥം പറയുന്നത് അയുക്തസ്യ ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തവന് സ്വന്തം പരിധിയിൽ കൊണ്ടുവരാൻ കഴിയാത്തവന് ബുദ്ധി ശാസ്ത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആചാര്യനിൽ നിന്നും സിദ്ധിക്കപ്പെടുന്ന ആത്മവിഷയമായ ബുദ്ധി അല്ലെങ്കിൽ പ്രജ്ഞ, ഈ ആത്മസ്വരൂപജ്ഞാനം എന്നൊക്കെ പറയുന്ന ആ ബുദ്ധി ന അസ്തി അസ്തി ഉണ്ടാകുക ന അസ്തി ഉണ്ടാകുന്നില്ല. അതായത് ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തവന് ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാകുന്നില്ല. അയുക്തസ്യ എന്ന് പറഞ്ഞാൽ അജിതേന്ദ്രിയന്, അതായത് ഇത് ഉണ്ടാക്കാൻ കഴിയാത്തവന് ഭാവനാച ആത്മധ്യാനവും ന ഉണ്ടാകുന്നില്ല. അഭാവയദഃ ആത്മധ്യാനത്തെ ചെയ്യാത്തവന് ശാന്തിഹി നച്ച ആത്മാവിൽ ചിത്തോപരമായും മാനസിക മനസ്ഥൈര്യവും ഇല്ല. അശാന്തസ്യ മനസ്ഥൈര്യം ഇല്ലാത്തവന് ശാന്തിയില്ലാത്തവന് സുഖം കുതഃ മോക്ഷമാകുന്ന സുഖം എവിടെയാണ്? അല്ലെങ്കിൽ മോക്ഷാനന്ദമായിരിക്കുന്ന സുഖം എവിടെയാണ് കിട്ടുക? ഇന്ദ്രിയങ്ങൾക്ക് സ്വാധീനമില്ലാത്തവന്
ആത്മസ്വരൂപജ്ഞാനമോ ആത്മധ്യാനമോ ഉണ്ടാകുന്നതല്ല. ആത്മധ്യാനമില്ലാത്തവന് ആത്മാവിൽ ചിത്തോപരമമുണ്ടാകുന്നതല്ല. ചിത്തോപരമില്ലാത്തവന് സുഖമെവിടെ? അതായത് മനസ്ഥൈര്യമില്ലാത്തവന് മോക്ഷാനന്ദമായിരിക്കുന്ന സുഖമെവിടെ? എന്നാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാത്ത, അച്ചടക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് ദൃഢമായ ബുദ്ധിയോ ദൈവത്തെക്കുറിച്ചുള്ള സ്ഥിരമായ ധ്യാനമോ ഉണ്ടാകില്ല. മനസ്സിനെ ഒരിക്കലും ദൈവവുമായി ഏകീകരിക്കാത്തവന് സമാധാനമില്ല. സമാധാനമില്ലാത്തവൻ എങ്ങനെ സന്തുഷ്ടനാകും? വിപരീതം പ്രസ്താവിച്ചും നിരാകരിച്ചും ഈ വാക്യം മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ ഉപസംഹാരത്തെ ശക്തിപ്പെടുത്തുന്നു. മുൻ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ദൈവത്തെ അറിയുക, സമാധാനം അറിയാം. ഈ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ദൈവമില്ലെങ്കിൽ സമാധാനമില്ല. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശിക്ഷിക്കാൻ പഠിക്കാത്ത ഒരാൾക്ക് ദൈവത്തെ ധ്യാനിക്കാനോ അവൻ്റെ ദിവ്യമായ ആനന്ദം അനുഭവിക്കാനോ കഴിയില്ല. ഉയർന്ന രുചിയില്ലാതെ താഴ്ന്ന രുചി ത്യജിക്കുക അസാധ്യമാണ്. അത്തരമൊരു വ്യക്തി ഭൗതിക സന്തോഷത്തിനായി കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. തേനീച്ച പുഷ്പത്തിൻ്റെ അമൃത് ഉപേക്ഷിക്കുന്നത് അസാധ്യമല്ലെന്ന് കണ്ടെത്തുന്നതുപോലെ ഒരിക്കൽ ഒരു തേനീച്ച ഒരു താമരപ്പൂവിൽ ഇരുന്ന് തേൻ കുടിക്കുകയായിരുന്നു. അതിന് തേൻ കുടിക്കൽ മതിയാക്കി പോകാൻ തോന്നിയില്ല. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ പൂവിൻ്റെ ഇതളുകൾ അടയാൻ തുടങ്ങി. പക്ഷേ തേനീച്ച തേൻ നുകരുന്നതിൻ്റെ സുഖം ആസ്വദിച്ചങ്ങനെ ഇരുന്നു. അതിന് പറന്നു പോകാൻ മനസ്സ് തോന്നിയില്ല. തേനീച്ച വിചാരിച്ചു, പൂവ് അടയാൻ ഇനിയും സമയമുണ്ട്, ഞാൻ കുറച്ചുകൂടി അമൃത് കുടിക്കട്ടെ. അതുപോലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വാർദ്ധക്യം മരണത്തിൻ്റെ ഉറപ്പായ സൂചനയാണല്ലോ. അത് ഗൗനിക്കാതെ തേനീച്ചയെപ്പോലെ ലൗകിക സുഖങ്ങളിൽ മുഴുകിയിരിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഫലമെന്താണ്? നമുക്ക് തേനീച്ചയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തേനീച്ച താമരയിൽ ഇരിക്കുകയാണ്. ഇതിനിടയിൽ നേരം ഇരുട്ടുകയും താമരപ്പൂവ് അടഞ്ഞ് തേനീച്ചയെ കൊടുക്കുകയും ചെയ്തു. അപ്പോഴും തേനീച്ച ചിന്തിച്ചു, സാരമില്ല, ഈ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പൂവിനുള്ളിൽ ഇരുന്ന് അമൃതിൻ്റെ സുഗന്ധം ആസ്വദിക്കും. രാവിലെ ഇതളുകൾ വീണ്ടും വിരിയുമല്ലോ, അപ്പോൾ പറന്നു പോകാം. താമരയുടെ മൃദുവായ ദളങ്ങൾക്കുള്ളിൽ പറ്റിപ്പിടിച്ചിരുന്ന് സുഖം ആസ്വദിക്കുന്ന ഈച്ചയെ നോക്കൂ. അതിന് ആ അനുഭൂതിയോടുള്ള അടുപ്പം ശ്രദ്ധിക്കൂ. പെട്ടെന്ന് ഒരു ആന ആ തടാകത്തിൽ വന്ന് ആ താമരപ്പൂവ് പൊട്ടിച്ച് എടുത്തു വിഴുങ്ങി. താമരപ്പൂവിനൊപ്പം ഈച്ചയും ആനയുടെ വയറ്റിലായി. എൻ്റെ പ്രിയപ്പെട്ട താമര എവിടെ പോകുന്നുവോ ഞാനും സന്തോഷത്തോടെ അതിനൊപ്പം പോകുന്നു എന്ന് ഈച്ച ചിന്തിച്ചു. ഫലമെന്തായെന്ന് വെച്ചാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരുന്ന ഈച്ച താമസിയാതെ ആനയുടെ വയറ്റിൽ കിടന്നു ചത്തു. അതുപോലെയാണ് മനുഷ്യരായ നമ്മളും. ഇന്ദ്രിയ വസ്തുക്കളിൽ മുഴുകിയിരിക്കുന്നത് ഈ തേനീച്ചയെപ്പോലെയാണ്.
ദൈവത്തോട് ഭക്തിയോടെ ചേരണമെന്നുള്ള യോഗിമാരുടെ നിർദ്ദേശം ചെവിക്കൊള്ളുന്നില്ല. ഒടുവിൽ സമയം മരണത്തിൻ്റെ രൂപത്തിൽ നമ്മെ മറികടക്കുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ വിസമ്മതിക്കുകയും ഭക്തിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നവൻ മായയുടെ വിവിധ രൂപങ്ങളാൽ ആടി ഉലയുമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഭൗതിക മോഹങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ഒരു ചൊറിച്ചിൽ പോലെയാണിത്. നാം അതിൽ ശ്രദ്ധ കൊടുത്താൽ കൂടുതൽ വഷളാകും, ചൊറിഞ്ഞു വഷളാകും എന്ന് സാരം. ഭൗതിക ആസക്തിയുടെ ഈ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ സന്തുഷ്ടരാകാൻ കഴിയും എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയദഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.